ഇതുവരെ ഞാൻ അവാർഡിന് വേണ്ടിയിട്ടെന്ന് ഒരു പടം അഭിനയിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച പടങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം എന്നെ സംബന്ധിച്ച് ഈ ആർട്ട്, കമേഴ്ഷ്യൽ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഡയറക്ടേഴ്സിൻ്റെ പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കമേഴ്ഷ്യൽ എന്ന് ഇവർ പറയുന്നല്ലോ, അങ്ങനത്തെ പടവും ഞാൻ ചെയ്യാറുണ്ട്. ആർട്ട് എന്ന് പറയുന്ന പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ എവറിവെയർ ദർ ഇസ് ആർട്ട്. അന്നും ഇന്നും മലയാളം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്കുള്ള ഒറ്റ വിശ്വാസം, ഓഡിയൻസിന് നല്ല സബ്ജക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്, അവർ കാണാറുണ്ട്, കാണും. ഇത് നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡാണ്. ഇതില്ലെങ്കിൽ കാണില്ല, അതില്ലെങ്കിൽ കാണില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. തിക്കുറിശി സർ, മധു സർ, അവരുടെ കൂടെയൊക്കെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആർട്ടിസ്റ്റ് മാത്രമല്ല, ടെക്നീഷ്യൻസും പ്രൊഡ്യൂസേഴ്സും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴും അപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സും. അപ്പോഴൊക്കെ ഞങ്ങൾ ഒറിജിനൽ സൗണ്ട് എടുക്കും, സെറ്റിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് പറയേണ്ടി വരുന്നതുകൊണ്ട് തലേദിവസം തന്നെ ഡയലോഗ്സ് എല്ലാം കൊണ്ടുതന്ന് അത് കറക്റ്റായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ മലയാളി അല്ലാത്ത ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോൾ നേരത്തെ അവർ ഡയലോഗ്സ് എല്ലാം കൊണ്ടുതരും. പിന്നെ ആവശ്യമുള്ള സീൻസിന് മാത്രമേ ഞങ്ങൾ ഔട്ട്ഡോറിന് പോകത്തുള്ളൂ. അത് മാത്രം ഡബ്ബിങ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ പടം എഡിറ്റിങ്ങിന് പോകും. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എല്ലാം അവൈലബിൾ ലൊക്കേഷൻസിൽ എടുക്കുന്നു, ഒറിജിനൽ വീടുകളിൽ തന്നെ പോയി എടുക്കുന്നു. ഡബ്ബിങ് ത്രൂ ഔട്ട് ദ ഫിലിം ഞങ്ങൾക്ക് മൊത്തമായിട്ട് ഡബ്ബിങ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതനുസരിച്ച് ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. പണ്ട് എല്ലാത്തിലും ഒരു ചെറിയ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് കയറി ഒരു വലിയ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഷാൻഡ്ലിയേഴ്സും അതും ഇതും ഉള്ള ഒരു വലിയ സെറ്റിനകത്തായിരുന്നു ഒരു പണക്കാരൻ്റെ വീടെന്ന് കാണിക്കും. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഒരു നല്ല കാശുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി കയറി ഒരു പടം എടുത്താൽ അതുപോലെ നാച്ചുറലായിട്ടിരിക്കുന്നു. ഇതല്ലാതെ ബേസിക്കലി പടത്തിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ അന്നത്തേക്കാൾ ഇന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വേറെ പല വാക്സ് ഓഫ് ലൈഫും പൊളിറ്റിക്കലായിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫിലിംസ് അന്ന് വരാറില്ല. കുടുംബകഥകളും പിന്നെ ഈ ഫോക്ക് ലോർ ഫിലിംസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ പടങ്ങൾ മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഫോറിനിൽ പോയി പടം എടുക്കുന്നു. വെറും ഒരു 13 പ്രിൻ്റുള്ള ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം ഇൻ്റർനാഷണൽ ഫിലിംസ് എല്ലാം എടുക്കാൻ സാധിക്കുന്നത് ഇപ്പോഴല്ലേ. അതൊരു വലിയ ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ്? മലയാളത്തിൽ പ്രത്യേകിച്ച് അറ്റ് സ്ട്രെച്ച് പടങ്ങൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാരക്ടറിലേക്ക് ഒന്നുകൂടെ അലിഞ്ഞു ചേരാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസിലെല്ലാം, പ്രത്യേകിച്ച് ഹിന്ദി പടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പനിഷ്മെൻ്റ് ആയിരുന്നു. 1.5 കൊല്ലമൊക്കെയാണ് ഒരു പടം എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ 2 പടം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അഭിനയിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പടത്തിൽ നമ്മൾ 1.5-2 കൊല്ലം അഭിനയിച്ചാൽ പിന്നെ ബാക്കി പടങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. മലയാളത്തിൽ ഏറ്റവും ഒരു 3 മാസം കൂടാതെ ഒരു പടം ഫിനിഷ് ചെയ്യും, 4ാമത്തെ മാസം അത് റിലീസാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പെർഫോമൻസിന് ഒരു റിസൾട്ട് നമുക്കിങ്ങനെ തിരിച്ച് കിട്ടും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റേജ്. ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ കിട്ടുന്ന ഒരു പത്രക്കാരും ശരി, ജേർണലിസം എല്ലാമേ അവിടെ വളരെ യാഥാർത്ഥമായിട്ടും വളരെ നമ്മളിലുള്ള കഴിവിന് വേണ്ടി മാത്രം എന്നെ അംഗീകരിച്ചത് മലയാളത്തിലാണ് കൂടുതൽ എന്ന് എൻ്റെ അഭിപ്രായം. ഒരിക്കൽ ജർമ്മനിയിൽ പോയിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വീഡിയോ ലൈബ്രറി, അതായത് എൻ്റെ പടങ്ങൾ മാത്രം, ഞാൻ അഭിനയിച്ചിട്ടുള്ള 180 ചിത്രങ്ങളോളം അത്രയും പടങ്ങളിൽ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 150 ചിത്രങ്ങളുണ്ടായിരുന്നു. എനിക്ക് തന്നെ ചില ചിത്രങ്ങളുടെ പേരൊന്നും ഓർമ്മയില്ല. അത് അവരുടെ കയ്യിൽ ആ കോപ്പി ഉണ്ട്. അവരെങ്ങനെ അത് നേടി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്തം വിട്ടുപോയി ആക്ച്വലി. എൻ്റെ പല പടങ്ങളും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഒരു തെളിവില്ലാത്ത പടങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. അതുപോലെ ഒരു ഫാനെ ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പം നിങ്ങൾ മലയാള പടത്തിൽ അധികം അഭിനയിക്കാത്ത കാരണം എന്താണ്? ഒരുപാട് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പേരും ആ സ്ഥാനവും ഞാൻ ഇനി കാത്തു സൂക്ഷിക്കണമെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറോ ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ.